കൂടിയിരുന്നവരൊക്കെ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. ഗൾഫ് രാജ്യം നേരിടുന്ന പ്രതിസന്ധിയും വെല്ലുവിളികളുമാണ് ചർച്ചാ വിഷയം. പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാക്കളൊക്കെ ഇരിക്കുന്ന ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 30 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ആഗോള ടൂറിസം കേന്ദ്രമാക്കി മാറ്റിക്കൂടാ? അത് പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം ഈ ചെറുപ്പക്കാരനിലേക്ക് നീണ്ടു. അതിലെ ഒരു മന്ത്രി ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, വിനോദസഞ്ചാരികൾ ഇവിടെ വന്ന് എന്ത് കാണും? ചുട്ടുപൊള്ളുന്ന മരുഭൂമിയോ? ഇത് കേട്ട് ബാക്കിയുള്ളവരും ചിരിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരന് സങ്കടം തോന്നി. എന്റെ നാട് എന്തുകൊണ്ടൊരു മാറ്റം ചിന്തിക്കുന്നില്ല? എന്റെ നാട് എന്തുകൊണ്ട് യുവത്വത്തിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല എന്ന്. പക്ഷെ അതും ചിന്തിച്ച് അവിടെ ഇരിക്കാതെ ആ ചെറുപ്പക്കാരൻ തന്റെ സ്വപ്നത്തിന് പിറകെ യാത്ര ചെയ്യാൻ തുടങ്ങി. കഠിനാധ്വാനം ചെയ്തു. യുവാക്കളെയും കൂട്ടി മരുഭൂമിയുടെ ഒരറ്റത്തു നിന്നും പണി തുടങ്ങി. മരുഭൂമി മാറാൻ തുടങ്ങി. അറേബ്യ മണ്ണിൽ ഒരു പുതിയ ലോകത്തെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നു. അവസാനം ലോകം ഒന്നടങ്കം ഈ നാടിനെയും അതിന്റെ ശില്പിയെയും സല്യൂട്ട് ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ കഥയാണ്. മരുഭൂമിയിൽ തന്റെ സ്വപ്നമായ ഇന്നത്തെ ദുബായ് എന്ന നാട് പണിത ശില്പി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് UN-ന്റെ ലോക ടൂറിസം ഓർഗനൈസേഷൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. അതിൽ കഴിഞ്ഞ വർഷം മാത്രം 220 ബില്യൺ ദിർഹംസ് ചെലവഴിച്ച് ദുബായിയാണ്